ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രണ്ടുപേരെ കണ്ടു എന്ന് അയാൾ ഓർപ്പിച്ച് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗാഥ ഇവിടെ വന്നതായിരിക്കില്ലേ? ശരിയാണല്ലോ. ഗാഥ വന്നിട്ടുണ്ടെങ്കിൽ പൂജയുടെ തടസ്സം ആ വരവ് തന്നെയാ. നവീന്റെ പിറന്നാള് നന്നായി നടത്തേണ്ടത് നിന്റെ ചുമതലയാ. അതൊക്കെ നന്നായി നടത്തിയിട്ട് അത് കഴിഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് വന്നാ മതി. ആയിക്കോട്ടെ അമ്മേ. വേറെ എന്തെങ്കിലും കുഴപ്പം തോന്നിയ സുമിത്രയോടോ നവീന്റെ മുത്തശ്ശിയോടോ അത് പറയണം കേട്ടോ. ഇവിടെ എനിക്ക് ഒരു കുഴപ്പമില്ല. അമ്മ ഇനി ഇതൊക്കെ കേട്ട് ഉറങ്ങാതെയും ഭക്ഷണം കഴിക്കാതൊന്നും ഇരിക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഭക്ഷണം കഴിക്കാം. കിടക്കാറായോ മോൾക്ക്? ഞാൻ കിടക്കാൻ തുടങ്ങായിരുന്നു. എന്നാ കിടന്നു, അമ്മ പ്രാർത്ഥിച്ചോളാം. അമ്മയുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോ എല്ലാം ശരിയാ. ഞാൻ എന്റെ ഭർത്താവിനെ സ്നേഹിക്കണം, അവകാശത്തോടു കൂടി കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷെ ഇത് വലിയൊരു ചതിയല്ലേ? അമ്മേ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എനിക്ക് ചെയ്ത് തീർത്തേ പറ്റൂ.
വേഷം കെട്ടി വന്ന ഒരു പാവം പെണ്ണിനോട് നവീൻ എന്തിനിങ്ങനെ സ്നേഹം കാണിക്കുന്ന? ആ സ്നേഹത്തിന് മുന്നിൽ ചിലപ്പോഴൊക്കെ എന്റെ മനസ്സ് കൈവിട്ട് പോകുന്നില്ലേ? ഭഗവാനെ, എന്റെ മനസ്സ് കൈവിട്ട് പോവല്ലേ. അമ്മേ, നന്ദ, ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല. മനസ്സിനെന്തോ വല്ലാത്തൊരു ഭാരം പോലെ. അതെ അമ്മേ, ലക്ഷണങ്ങളൊന്നും ശുഭമല്ല. പേടിക്കാനുള്ള കാരണങ്ങൾ നിത്യേന കൂടിക്കൊണ്ടിരിക്കുക. ആ ഫോട്ടോ ഇളകി താഴെ വീണത് ചെറിയൊരു കാര്യമൊന്നുമല്ല. പൂജയിൽ വന്ന തടസ്സത്തിന്റെ തുടർച്ചയാണത്. അമ്മേ, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. എന്താ? വീടിനകത്ത് 2 ഗാഥയുണ്ടെന്നും പറഞ്ഞ് ഉദയം ബഹളം വെച്ച ഓർമ്മയില്ലേ? ഉം. അയാളുടെ സ്ഥിരബുദ്ധിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ 2 പേരെ കണ്ടു എന്ന് അയാൾ ഓർപ്പിച്ച് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗാഥ ഇവിടെ വന്നതായിരിക്കില്ലേ? ശരിയാണല്ലോ. ഗാഥ വന്നിട്ടുണ്ടെങ്കിൽ പൂജയുടെ തടസ്സം ആ വരവ് തന്നെയാ. കൃഷ്ണമോള് പൂജയൊക്കെ നന്നായിട്ട് ചെയ്തിരുന്നല്ലേ? ദൈവങ്ങൾ പ്രസാദിച്ചു തുടങ്ങിയതുമല്ലേ? പിന്നെ അതിനൊരു മാറ്റം വരണമെങ്കിൽ കാര്യം അത് തന്നെ. അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് കണക്കുകൂട്ടി നോക്കിക്കേ. ഗാഥ ഇവിടേക്ക് കാലെടുത്ത് വെക്കുന്ന അപകടവും കൃഷ്ണ ഇവിടെ തുടരുന്നത് തറവാട്ടിൽ മറ്റുള്ളവരുടെ രക്ഷയുമാണ്. അതിന്ന് തന്നെ നവീന്റെ കൂടെ ആരാ ജീവിക്കേണ്ടെന്ന് വ്യക്തമല്ലേ? അമ്മേ, പൂജയിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അതാദ്യം മാറ്റണം. ബാക്കിയൊക്കെ 41 ദിവസത്തെ ചടങ്ങ് കഴിഞ്ഞ്